മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ 2 പ്രതികളുടെ കസ്റ്റഡി ഇന്ന് പൂർത്തിയാകും. അലീന, മഞ്ജിമ എന്നീ പ്രതികളുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് പൂർത്തിയാകുന്നത്. വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതികളായ സിന്ധുവിനെയും ബിലാലിനെയും തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ലാൽ, ഇതുവരെയുള്ള അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള പോലീസിന്റെ അനുമാനം എന്ന് പറയുന്നത് ഈ അലീനി, മഞ്ജിമ എന്ന് പറയുന്നവർ ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇവർ വഴിയാണ് കൂടുതൽ ആളുകളെ ഇറക്കി കണക്ട് ചെയ്യാൻ സാധിച്ചത് എന്ന രീതിയിലാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ മറ്റാരെങ്കിലും ഇവർക്ക് പുറമെ ഈ മുഖ്യധാരയിലുള്ള ഇടനിലക്കാരായി മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിലുള്ള കസ്റ്റഡി എന്ന് പറയുന്നത് 1.5 ദിവസത്തേക്കാണ്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടി കസ്റ്റഡിയിൽ ലഭിക്കുകയും ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കസ്റ്റഡി പൂർത്തിയാക്കി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് പുറമെ ഇരുവരെയും മാറ്റിയിരുത്തിയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനു പുറമെ ഇവർ മുഖേന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇടനില നിന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടിയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ മൊഴിക്ക് ശേഷമായിരിക്കും കേസിലെ മുഖ്യപ്രതികൾ എന്ന് സംശയിക്കുന്ന സിന്ധുവിൻ്റെയും ബിലാലിൻ്റെയും മൊഴി രേഖപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാവുക. അതിന് അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് നിലവിൽ ഇരുവരുടെയും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി സിന്ധുവിനെയും ബിലാലിനെയും കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. അത് മാത്രമല്ല, മറ്റാരൊക്കെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ട്, മറ്റ് രീതിയിൽ ആളുകളെ കടത്തിക്കൊണ്ടു പോകുന്നതിന് ഈ റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ കൂടിയാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിൽ നിർണായകമാകുന്നതായിരിക്കും ഇരുവരുടെയും മൊഴി എന്നുള്ളതാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത്. ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.